ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് എങ്ങനെ ഉപ്പുമാവ് തയ്യാറാക്കാം എന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ്റ്റഡ് റവ കിട്ടും, അതാണെങ്കിലും ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ റവ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ റവ നമ്മൾ നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ കളറൊന്നും മാറണ്ട, നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് റോസ്റ്റായി വരുമ്പോഴേക്കും ഒരു നല്ല സ്മെല്ല് വന്നു തുടങ്ങും. അപ്പോഴേക്കും നമുക്ക് ഇത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം. നമ്മുടെ റവ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനായിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ റവ റോസ്റ്റ് ചെയ്ത ആ ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ സവാള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവിന് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. റവ ചേർക്കുന്നതിന് മുൻപേ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം റവ ചേർക്കാൻ. റവ ചേർക്കുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇത് വേവുന്നതിനായിട്ട് 2-3 മിനിറ്റ് മൂടി വയ്ക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മൂടി തുറന്നു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. റവയൊക്കെ വെന്തിട്ടുണ്ട്, പക്ഷേ ഇത് സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് കട്ടകട്ടയായിട്ടിരിക്കും. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ട് വരും. നമ്മളിതിൻ്റെ മൂടി തുറന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിലും മാത്രമേ ഉപ്പുമാവ് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്